നമസ്കാരം. ഞാൻ ഡോക്ടർ കോശി പണിക്കർ, കൺസൾട്ടൻറ്റ് ജനറൽ സർജൻ, SUT ഹോസ്പിറ്റൽ, പട്ടം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വേരിക്കോസ് വെയിനും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിനെ കുറിച്ചാണ്. എന്താണ് വേരിക്കോസ് വെയിൻ? നമുക്ക് ആദ്യമേ നോക്കാം. വേരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് നമ്മുടെ കാലുകളിലെ രക്തധമനികളുണ്ട്. ആ രക്തധമനികൾ നമ്മുടെ സ്കിന്നിൻ്റെ അടിയിലുള്ള രക്തധമനികളുമുണ്ട്, പേശികളുടെ അടിയിലുള്ള രക്തധമനികളുമുണ്ട്. അപ്പോൾ ആ രക്തധമനികളുടെ ജോലി എന്ന് പറയുന്നത് കാലിൽ നിന്ന് ഹൃദയത്തിലേക്ക് ബ്ലഡ് കൊണ്ടുപോവുക എന്നുള്ള ഇതാണ്. അതൊരു യൂണി ഡയറക്ഷണൽ ഫ്ലോ ആണ്. അപ്പോൾ ഒരുപാട് നേരം നിൽക്കുന്നവർക്ക്, അല്ലെന്നുണ്ടെങ്കിൽ പ്രസവശേഷം, അല്ലെന്നുണ്ടെങ്കിൽ വയറിനകത്ത് എന്തെങ്കിലും ഉണ്ട്, അത് നമ്മുടെ മെയിൻ രക്തധമനിയെ പ്രസ് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ഒക്കെ ഉള്ളവർക്ക് ഈ രക്തധമനിക്കകത്തുള്ള വാൽവുകൾ, അതായത് യൂണി ഡയറക്ഷനിൽ ഒരു ദിശയിലേക്ക് മാത്രം പോകേണ്ട ആ രക്തം അതിൻ്റെ ഫ്ലോ ക്രമീകരിക്കുന്ന വാൽവുകൾ കേടാവുകയും രക്തം താഴേക്ക് ഇറങ്ങുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഈ വേരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. കൂടുതലായി ഇത് കാണപ്പെടുന്നത് ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യുന്നവർക്കുള്ള ഒരു അസുഖമാണ്. അതായത് ടീച്ചർമാർ, അല്ലെന്നുണ്ടെങ്കിൽ പോലീസുകാർ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യുന്ന ബാക്കി എല്ലാ മേഖലകളിലും നമുക്കിത് കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇതെന്താണ് സിംറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാലിൽ വെയിൻ അല്ലെങ്കിൽ രക്തധമനി നമുക്ക് തടിച്ച് കിടക്കുകയും കാലിൻ്റെ ആംഗിൾ ഭാഗത്ത്, അതായത് കണങ്കാലിന് താഴോട്ട് നമുക്ക് നിറവ്യത്യാസം, കറുപ്പ് നിറം വരികയും കാലിൽ ചൊറിച്ചിൽ, ഒരുപാട് നേരം നിൽക്കുമ്പോൾ കഴിക്കുന്ന കണക്കത്തുള്ള ഒരു വേദന എല്ലാം നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ ഈ ചൊറിച്ചിൽ കാരണം നമ്മൾ അറിയാതെ ചൊറിയുകയും അവിടെ ഒരു ചെറിയ മുറിവ് വരികയും അത് പിന്നെ ഉണങ്ങാതെ വലിയൊരു വ്രണമാവുകയും ചെയ്യാവുന്ന ഒരു രോഗാവസ്ഥ കൂടിയാണ് ഈ വേരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതെങ്ങനെ കണ്ടുപിടിക്കാം അല്ലെങ്കിൽ ഇതെങ്ങനെ ഡയഗ്നോസ് ചെയ്യാം എന്നുള്ളതാണ്. ഒരു ചെറിയ അൾട്രാസൗണ്ട് ഡോപ്ലർ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം വാൽവിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം അസുഖം പ്രോഗ്രസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് ആണ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസും വരുന്നത്. നമുക്ക് പണ്ട് ഓപ്പൺ സർജറി ആയിരുന്നു, അതായത് ആ വെയിൻ എടുത്ത് കളയുക എന്നുള്ള സർജറിയാണ്. അത് തന്നെയാണ് ഇപ്പോഴും ഗോൾഡ് സ്റ്റാൻഡേർഡ്. അത് കഴിഞ്ഞിട്ട് പുതിയ മെത്തേഡ്സ്, മൊഡാലിറ്റീസ് വന്നിട്ടുണ്ട്. RFA, അതായത് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ എന്ന് പറയുന്ന മെത്തേഡ് വന്നിട്ടുണ്ട്. അതായത് റേഡിയോ ഫ്രീക്വൻസി വെച്ച് ആ രക്തധമനി അത് ഇല്ലാതാക്കുക എന്നുള്ളതാണ്. പിന്നെ ലേസർ സർജറികൾ വന്നിട്ടുണ്ട്. അതിനും അഡ്വാൻസ്ഡ് ആയിട്ട് വെനോഗ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള ട്രീറ്റ്മെൻറ്റും വന്നിട്ടുണ്ട്. അതായത് ആ ഞരമ്പിൻ്റെ അകത്ത് ഒരു ഗ്ലൂ പോലെ ദ്രാവകം ഒഴിച്ച് അതങ്ങ് ഇല്ലാതാക്കുക എന്നുള്ള ഒരു ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ ഇതിന് ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അസുഖം പ്രോഗ്രസ് ചെയ്യുകയും കാലിലൊരു മുറിവ് ഉണ്ടാവുകയും അല്ലെങ്കിൽ ആ മുറിവ് ഉണങ്ങാതിരിക്കുന്ന ഒരു രോഗാവസ്ഥ കൂടെ വരാമെന്നുള്ള ഒരു അവസ്ഥയാണ്. നമുക്ക് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് എത്ര സമയം വേണ്ടി വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു കൺവെൻഷണൽ സർജറി ആണെന്നുണ്ടെങ്കിൽ 2 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടതായിട്ട് വരും. മറ്റ് റേഡിയോ ഫ്രീക്വൻസി അല്ലെങ്കിൽ ലേസർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ ദിവസത്തെ അഡ്മിഷൻ മതിയാവും. എത്രയും പെട്ടെന്ന് തന്നെ ജോലിക്ക് കയറാനും ഉള്ള അവസരമുണ്ടാവും. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനോ അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ്, ഡയഗ്നോസിസ്, ഇതിനെക്കുറിച്ച് അറിയാനായിട്ട് SUT ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെടുക. സർജറി ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. ഞാൻ ഉത്തരം തരുന്നതാണ്. താങ്ക് യു.